ഈ സാധാരണ നമ്മൾ നികത്താനാവാത്ത വിടവ് എന്നൊക്കെ അല്ലേ പറയുന്നു. EMS കടന്നു പോകുന്നു, നികത്താനാവാത്ത വിടവാണ്. MT വാസുദേവൻ കടന്നു പോകുന്നു, നികത്താനാവാത്ത വിടവല്ലേ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞോ EMS ഇല്ലാത്തതിൻ്റെ കുഴപ്പമെന്ന്? പറഞ്ഞോ? ഇല്ല. MT വാസുദേവൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം എന്നാരെങ്കിലും പറയുന്നുണ്ട്? ശരി, അതിപ്പോൾ കഴിഞ്ഞ വർഷമാണ് മരിച്ചത് നിൽക്കാം. 5-6 വർഷം മുമ്പ് വലിയ മാധവിക്കുട്ടി മരിച്ചത് വലിയ വിടവല്ലായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ മാധവിക്കുട്ടി ഇല്ലാത്തതിൻ്റെ കുഴപ്പമെന്ന്? നമ്മൾ കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് എന്താണ് അങ്ങനെ പറയുന്നത്? സാറില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. സാറ് കാര്യങ്ങൾ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറഞ്ഞ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ ഞാൻ അങ്ങ് തുറന്ന് പറയുകയാണ്. ആഴ്ചതോറും വാരികകളിൽ ചപ്പ് ചവറെഴുതുന്ന എഴുത്തുകാർക്ക് കിട്ടേണ്ട ചുട്ട അടി, ആവി പാറുന്ന അടി, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച അടി കിട്ടുന്നില്ല. അതാണ് കുഴപ്പം. അത് തന്നെയാണ് കുഴപ്പം. എൻ്റെ പ്രസംഗം ഏതാണ്ട് തീർന്നു തോന്നില്ലേ? തുടങ്ങിയപ്പോൾ തന്നെ തീർന്നുപോയി. ഇനി അതൊന്ന് വിശദീകരിച്ചാൽ മതി. കൃഷ്ണൻ നായർ സാഹിത്യ വാരഫലക്കാരൻ ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സാഹിത്യ വാരഫലം എന്താണെന്നും ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിത്യ വാരഫലക്കാരൻ കൃഷ്ണൻ നായർ ആണെന്നും സാഹിത്യ വാരഫലം അദ്ദേഹം ഒരു 10-37 വർഷം 3 പ്രസിദ്ധീകരണങ്ങളിലായി, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന നിലയിൽ 3 പ്രസിദ്ധീകരണങ്ങളായി എഴുതിയ ആഴ്ചതോറും ഇറങ്ങുന്ന സാഹിത്യ സൃഷ്ടികളെ, പ്രാദേശികമായി ഇറങ്ങുന്ന സാഹിത്യ സൃഷ്ടികളെയും വിശ്വസാഹിത്യത്തിൽ ഇറങ്ങുന്ന സൃഷ്ടികളെയും വിമർശിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ ഒരു സാഹിത്യ പംക്തി ആണെന്നും നിങ്ങൾക്കറിയാം തീർച്ചയായും. ഒരു 40 വയസ്സിന് താഴെയൊക്കെ ഉള്ള ഒരാൾക്ക് ആരാണ് കൃഷ്ണൻ നായർ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഇവിടുത്തെ ശരാശരി പ്രായം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. സാഹിത്യ വാരഫലം ഒരു പുതിയ കുട്ടിക്ക് അറിയണം, ഈ ക്യാമറയിൽ ഈ വീഡിയോ എടുക്കുന്ന ചെറുപ്പക്കാരൻ അറിയണമെന്നില്ല. ഒരു 10-25 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളുടെ ഓർമ്മയിൽ കൃഷ്ണൻ നായർ ആരാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹം ഒരു 4-4:30 മണിയോടുകൂടി ശാസ്തമംഗലം ഭാഗത്തു നിന്ന് വരുന്ന ഒരു വണ്ടിയിൽ സ്റ്റാച്യുവിൽ വന്നിറങ്ങി മോഡേൺ ബുക്സ് പോലുള്ള പുസ്തകശാലകളിലേക്ക് കയറി തിരിച്ചു വന്നിറങ്ങി വില കൂടിയ സിഗരറ്റ് വിൽക്കുന്ന ഒരു തട്ട് ഉണ്ട്, അവിടെ ചെന്ന് സിഗരറ്റ് വാങ്ങിച്ച് നടന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു കട്ട്ലറ്റൊക്കെ കഴിച്ച് നടന്ന് തിരിച്ച് ബസ്സിൽ പോകുന്ന, അതായത് ഓഫീസ് വിടുന്ന സമയമാണ്. 1000 തലകളിൽ ഒരു തലയായി ഒരു സെലിബ്രിറ്റി തല അങ്ങനെ പോകുന്ന ഒരു കാഴ്ച, അങ്ങനെ ഒരു എഴുത്തുകാരൻ നടന്ന് പോകുന്നൊരു കാഴ്ച തിരുവനന്തപുരത്ത് വേറൊരു എഴുത്തുകാരനെ കുറിച്ചും ഇല്ല. ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് സായംകാലമാണ്, 2 നടത്തയാണ്. കൃഷ്ണൻ നായർ സർ സായംകാലമാണ്, കൃഷ്ണൻ നായർ നടത്തകളും. OV വിജയൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട്, ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഇംഗ്ലീഷ് വാക്യഘടനയെ അവിടെ സാമ്യപ്പെടുത്തി ആ ഇംഗ്ലീഷ് വാക്യഘടനയെ അനുകരിച്ചുകൊണ്ട് അത് എഴുതുന്നുണ്ട്. കണ്ണുകളുടെയും പുരികങ്ങളുടെയും ചുവന്ന പാതയിലെ സായാഹ്ന യാത്രകളുടെയും കണ്ണുകളുടെയും അക്ഷരങ്ങളുടെയും ചുവന്ന പാതയിലെ സായാഹ്ന യാത്രകളുടെയും ആചാര്യ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ നായർ സാർ എതിരെ വരുന്ന ആർക്കും കൊടുക്കുന്ന കൂപ്പുകൈയോടെ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഔപചാരിക ശിഷ്യനാണ്. എന്നുവെച്ചാൽ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞും ശിഷ്യനാണ്, മരിക്കുന്നവരെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളെന്ന് ഞാൻ പറയുന്നത് ഒരു അവകാശവാദമാണെങ്കിൽ അത് അവകാശവാദം എനിക്കുണ്ട്. ഞാനത് അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, അതിരിക്കട്ടെ. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ സംസാരിച്ച് പോകുമ്പോൾ കുറച്ചൊരു ഗ്ലോറിഫിക്കേഷൻ വരുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അതിന് മാപ്പ് തരണം എനിക്ക്. എൻ്റെ ഗുരുനാഥനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ഗ്ലാമർ കയറി വരും. അപ്പം അത് ഞാൻ പറയുന്ന ചിലതൊന്നും അക്ഷരാർത്ഥത്തിലല്ല, അതിൻ്റെ പൊയറ്റിക്കായ തലത്തിലെടുത്തിട്ട് ഉൾക്കൊണ്ടാൽ മതി എന്ന് പറയുകയാണ്. സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഒരുപാടാണ്, മാറ്റർ വളരെ കൂടുതലാണ്.
ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതാ ഈ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എം കൃഷ്ണൻ നായർ, സിംഹത്തിൻ്റെ പേര്. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ഞെട്ടിക്കുന്ന ഒരു ഓർമ്മയുണ്ട് കേട്ടോ, അതുകൂടെ പറയാം. ഈ പുസ്തകത്തെക്കുറിച്ച് വന്ന ഏറ്റവും മികച്ച റിവ്യൂവിൻ്റെ ശീർഷകം എന്നെ ഞെട്ടിച്ചുളഞ്ഞു. എൻ്റെ സുഹൃത്ത് KN ഷാജികുമാർ എന്ന സുഹൃത്ത്, പത്രപ്രവർത്തക സുഹൃത്ത്, അയാളിപ്പോൾ ഒരു ചാനൽ നടത്തുന്നുണ്ട്, പൊളിറ്റിക്സ് കേരള എന്ന പേരിൽ. ഷാജിയാണ് ഇത് റിവ്യൂ ചെയ്തത്. എൻ്റെ ശിഷ്യനാണ് അയാളെന്നാണ് പറയുന്നത്. ഞാൻ അയാളെ എൻ്റെ ഒരു അനുജനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾ ഇത് റിവ്യൂ ചെയ്തിട്ട് സാറ് ഒരു ദിവസം വിളിച്ച്, സാർ നാളത്തെ ജനകം സപ്ലിമെൻറ്റിൽ ഇതിൻ്റെ റിവ്യൂ വരും, സാറൊന്ന് നോക്കണം. അപ്പോൾ ഷാജിക്ക് അറിയാം എൻ്റെ വീട്ടിൽ ആ പത്രം വരുന്നതല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഷാജി, ഇത് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ കിട്ടുമല്ലോ, കോഫി ഹൗസിൻ്റെ മുന്നിൽ കിട്ടുമല്ലോ. ഞാൻ കാലത്തെ കാർ കൊടുത്ത് കോഫി ഹൗസിൻ്റെ മുന്നിൽ പോയി പത്രം വാങ്ങി ഇങ്ങനെ വിതർത്ത് നോക്കിയപ്പോൾ വലിയ ടൈറ്റിലാണ്. ആ ടൈറ്റിലൊന്ന് വായിച്ചോടാൻ ഞാൻ അത് പെട്ടെന്ന് മടക്കിയിട്ട് ചുറ്റും നോക്കി ആരെങ്കിലും കണ്ടോ എന്ന്. കാരണം ആ പുസ്തകത്തിൻ്റെ ആ റിവ്യൂവിൻ്റെ ശീർഷകം ഈ സൂരാജ് വെഞ്ഞാറമൂട് ഏതോ സിനിമയെ പറഞ്ഞ പോലെ പെറ്റതള്ള സഹിക്കില്ല. ഒരു സിംഹത്തെക്കുറിച്ച് വേറൊരു സിംഹം എഴുതിയ പുസ്തകമാണ്. വല്ല കാര്യമുണ്ടോ? അല്ല, എനിക്കത് വേണം. കാര്യം വെച്ചാൽ എത്രയോ സൗമ്യനായ എം കൃഷ്ണൻ നായർ, നഖം ഒരു കാലത്തും അദ്ദേഹം വ്യക്തിപരമായ ഇടപെടലുകളിൽ അദ്ദേഹത്തിൻ്റെ നഖമൊന്നും പുറത്തിയാടില്ല. അദ്ദേഹത്തെ ഞാൻ വേറൊരു തലത്തിലാണെങ്കിലും സിംഹം എന്ന് വിളിച്ചില്ലേ, അത് ബൂമറങ്ങ് ചെയ്ത് വന്ന് ആ വിളി ഒട്ടും അറിയിക്കാത്ത എന്നിലേക്ക് വന്നു എന്ന് വിചാരിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ തിരിച്ച് വീട്ടിലെത്തി വത്സയോട് പറഞ്ഞപ്പോൾ വത്സ ആദ്യം ചെയ്ത് 1 ഡസൻ കിഴക്കൻ തോർത്ത് ബുക്ക് ചെയ്യുകയാണ്. കാര്യം വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് പുറത്ത് ഇനി ഇറങ്ങുമ്പോൾ ഇത് മുണ്ട് തലവഴി ഇട്ടുള്ള കാര്യം അടുത്ത വീട്ടിലെ പിള്ളേർ മേടിച്ചു പോകുന്നു. സിംഹമാണ് തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്നത് കണ്ട് അവർ മേടിച്ചു പോകുന്നു. അങ്ങനെ ഈ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ എനിക്ക് തലവഴി മുണ്ടിട്ട് നടക്കേണ്ടി വരികയും ചെയ്തു. അതുപോട്ടെ, നമ്മൾ സാറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സായാഹ്ന നടത്തി നിന്നാണല്ലോ തുടങ്ങിയത്. എന്തോരം ഓർമ്മകളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാറ്റർ കൂടുതലാണെന്ന് പറയുന്ന പോലെ ഓർമ്മകളും കൂടുതലാണ്. മാർസൽ പ്രൂസ്റ്റിൻ്റെ റിമംബറൻസ് ഓഫ് ദ തിങ്സ് പാസ്റ്റ് വായിക്കൂ, നിങ്ങൾ മറ്റൊരാളായിത്തീരുന്നു. സാറ് ക്ലാസ്സിൽ സംസാരിക്കുന്നതാണ്. സാർ നിരന്തരം പറയുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ മറ്റൊരാളായിത്തീരുന്നു എന്ന്. ഏത് ക്ലാസിക്കും വലിയ ക്ലാസിക്കുകളുടെ പേരുച്ചരിച്ചിട്ട് സാറ് പറയും, വായിക്കൂ, നിങ്ങൾ മറ്റൊരാളായി മാറുന്നു. ഞാൻ പറഞ്ഞ പോലെ ഔപചാരിക ശിഷ്യൻ്റെ ഓർമ്മകൾ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം നടന്ന ഓർമ്മകൾ. വാടക വീടുകൾ തോറുമാണ് അദ്ദേഹം താമസിപ്പോയത് കേട്ടോ. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി പേഴ്സൺ 70 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെയെങ്കിലും വാടക വീടുകളിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാടക വീടുകളിൽ ഓരോ വാടകകൾ മാറിപ്പോകും. അവസാന കാലത്തിൽ കൊച്ചു വീട് വെച്ചു. ഇത്രയും നല്ലൊരു കോൺവെർസേഷണലിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. രസകരമായി സംസാരിക്കുകയും ഒരുപാട് പലതും പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയും നമ്മൾ പറയുന്ന പലതും കേട്ട് ഉറക്കെ ചിരിക്കുകയും ഓർത്തോർത്ത് ചിരിക്കുകയും. സിഗരറ്റ് ചെയിൻ സ്മോക്കറായിരുന്നു. വളരെ വില കൂടിയ സിഗരറ്റാണ് വലിയത്. അത് ഒന്ന് നമുക്കും തരും. ശിഷ്യനാണെന്നും സാറ് നോക്കൂല. അതായത് കളയോ കഴിഞ്ഞിട്ട് ജോലിയെ കിട്ടിയതിന് ശേഷമാണ് നമുക്കത് ശിഷ്യനെ അത് കൊളുത്തി തരികയൊക്കെ ചെയ്യുന്ന, ഞാൻ പറയുന്നു, വേറൊരു അധ്യാപകൻ്റെ വീട്ടിൽ നമ്മൾ ചെന്ന് കാണുമ്പോൾ ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു സിഗരറ്റ് നമുക്ക് തന്നിട്ട് അതോടെ കൊളുത്തിക്കൂടെ തരും. അങ്ങനെ ആയിരക്കണക്കിന് ഓർമ്മകൾക്കിടയിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാഴ്ചയിൽ, ദൃശ്യത്തിൽ സാറില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലൂടെ ഓടുകയാണ്. അവിടെ അന്ന് SIT മുന്നിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇത് 1981 കാലമാണ്. എൻ്റെ മരിച്ചുപോയ ജ്യേഷ്ഠൻ ശോഭനചന്ദ്രൻ ഹെവി പൈൽസ് ബ്ലീഡിങ്ങുമായി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നൊരു കാലമാണ്. അപ്പോൾ എനിക്കന്ന് അവിടെ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സിൽ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാനും EV ശ്രീധരനും കൂടെ വൈകുന്നേരങ്ങൾ അവിടെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സിൽ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് തിരിച്ച് അണ്ണനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ കോഫീസ് കയറി ചായ കുടിച്ചപ്പോഴാണ് ഈ പത്രം, ഒരു പത്രം എന്നേ ഞാൻ പറയൂ. കാര്യം വെച്ചാൽ ഈ പത്രം മറ്റ് പത്രങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു പത്രം എന്നാണ്, പത്രത്തിൻ്റെ പേര് പറയില്ല. ഒരു പത്രം. വാസുരേന്ദ്രനെ കുറിച്ച് പറയേണ്ടി വരികയാണെങ്കിൽ കേരളകൗമുദി റെസിഡൻ്റ് എഡിറ്റർ എന്ന് പറയില്ല, കേരളകൗമുദിയിലെ ഒരു പത്രപ്രവർത്തകൻ എന്നേ പറയൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു പത്രം എന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിൽ പേര് പറഞ്ഞിട്ടുണ്ട്, അതൊരു റെക്കോർഡാണല്ലോ. അപ്പോൾ ഒരു പത്രവും എൻ്റെ കയ്യിലുണ്ട്. മഴ ചാർന്നുണ്ട്. ഞാൻ ഓടുന്ന അടുത്തുള്ളൊരു STD ബൂത്തിലേക്കാണ്. STD ബൂത്തിലേക്ക് ചെന്നിട്ട് ഞാനൊരു നമ്പർ പറഞ്ഞു. അത് മഹാരാഷ്ട്രയിലെ ബലാർഷ എന്ന സ്ഥലത്തെ ഒരു വീട്ടിലേക്കുള്ള നമ്പരാണ്. ഈ ബലാർഷ എന്ന
സ്ഥലത്തെ ആ വീടെന്ന് പറയുന്നത് സാറിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത വീടാണ്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് സാറ് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. സാറ് ജീവിതകാലത്ത് ഒരു 2-3 തവണ അവിടെ പോയിട്ടുണ്ടാവും. ഞാൻ ഈ പത്രമായിട്ട് ഓടുന്ന കാലത്ത് അദ്ദേഹം ബലാർഷയിലാണ്. എനിക്കൊന്ന് പുതുതായി പറഞ്ഞ കൊച്ചുകുട്ടിയുടെ ചോറൂണോ എഴുത്തുന്നതിന് അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് സാറ് പോകുന്നത്. ഭാര്യയൊത്ത് പോകും. ഒരു 4-3 ഒരാഴ്ചയിൽ കൂടുതൽ താമസിക്കില്ല, തിരിച്ചു വരും. ആ ബലാർഷയിൽ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതിനെ കുറിച്ചും സാഹിത്യ വാരാഫലത്തിൽ സാർ എഴുതിയിട്ടുണ്ട്. അന്ന് STD ആണ്. ഞാൻ കാള് ബുക്ക് ചെയ്ത് ഇങ്ങനെ എരിപൊരിയായിട്ട് നടക്കുക. ഈ ഭാര്യ പ്രസവത്തിനകത്ത് കയറ്റിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് ഈ ഭർത്താവ് ഇരിക്കുന്ന പോലെ നടക്കുന്ന പോലെ ഞാൻ അക്ഷമനായി നടക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഫോൺ കിട്ടി എനിക്ക്. ഞാൻ വിളിച്ചു, സാർ ബാസറിനാണ്. സാറ് ഈ ആഴ്ച സാഹിത്യ വാരഫലം മലയാള നാടിന് കൊടുത്തില്ലേ? അത് ഈ പാക്കിങ്ങിനിടയിൽ അത് വിട്ടു. സാരമില്ല, ഒരാഴ്ചയല്ലേ മുടങ്ങിയുള്ളൂ. ഞാൻ പറഞ്ഞു, സാരമുണ്ട്, സംഗതി പ്രശ്നമായിരിക്കുകയാണ്. എന്താ സംഭവം? ഇവൻ്റായി. അതെന്താണ്? ഇതാ ഞാൻ പത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു. ഈ പത്രത്തിൻ്റെ ഒരു പ്രമുഖ സ്ഥാനത്ത്, അതായത് എഡിറ്റോറിയൽ പേജിൻ്റെ എതിരെ ഒരു ന്യൂസുണ്ട് സാർ. ആ ന്യൂസിൻ്റെ ടൈറ്റിൽ സാഹിത്യ വാരഫലം മുടങ്ങി എന്നാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു പത്രത്തിൻ്റെ അകത്തെ പേജിൽ സിംഗിൾ കോളമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ പത്രത്തിൻ്റെ 1-ാം പേജിൽ ടോപ്പിൽ 8 കോളം ബാനറായി കേരളമുടനീളം വൈദ്യുതി വിതരണം മുടങ്ങി എന്ന ഇമ്പാക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. സാറ് വല്ലാതെ അങ്ങ് ഇതായിപ്പോയി എൻ്റെ ആ പറച്ചിൽ കേട്ടിട്ട്. കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് സാർ പിന്നീട് അത് പലയിടത്തും പറഞ്ഞു, ബാസിറിനെ അതിനെ അങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. അങ്ങനെ അല്ലാതെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒക്കില്ല. ഒരു സാഹിത്യ പങ്ക്തി ഒരാഴ്ച മുടങ്ങിയപ്പോൾ ഒരു പത്രത്തിൽ ഒരു വാർത്തയാവുകയാണ്. ഇന്നും വെച്ച് എന്താ അതിൻ്റെ അർത്ഥം? അതൊരു ഇവൻ്റായി എന്നുള്ളതാണ്. ഞാൻ അപ്പോഴത്തേക്ക് നല്ല മഴ കനത്തിരുന്നു. ഞാനിങ്ങനെ മഴ നോക്കി കാത്തിരുന്ന മഴ അതിൻ്റെ നനഞ്ഞ ശബ്ദത്തിൽ ഓരോരോ വാർത്തകൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ജനജീവിതം എല്ലാം ബാനർ ഹെഡിങ്ങാണ്. ബന്ദ്, ജനജീവിതം സ്തംഭിച്ചു. അതേ വലിപ്പത്തിൽ സാഹിത്യ വാരഫലം മുടങ്ങി. കേരളമുടനീളം വൈദ്യുതി നിലച്ചു, ജനജീവിതം സ്തംഭിച്ചു, വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് എന്ന് പറയുന്ന ബാനർ ഹെഡിങ്ങുകളുടെ രൂപത്തിൽ ഈ സാഹിത്യ വാരഫലം മുടങ്ങിയെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഉണ്ണികൃഷ്ണമാരാർക്ക് സാധിക്കാത്ത വിധം, സുകുമാർ അഴീക്കോടിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിധം, MK സാനുവിന് വിചാരിച്ചാൽ നടക്കാത്ത വിധം മലയാള സാഹിത്യ വിമർശനത്തിന് M കൃഷ്ണൻ നായർ ഇവൻ്റാക്കി. EVENT. വേറെ ആരും ഇവൻ്റാക്കിയിട്ടില്ല. സാറിൻ്റെ കാലഘട്ടത്തിന് മുമ്പോ, സാറിൻ്റെ കാലഘട്ടത്തിലോ, സാറിൻ്റെ കാലഘട്ടത്തിന് ശേഷമോ സാഹിത്യ വിമർശനം ഇവിടെ ഇവൻ്റായിട്ടേ ഇല്ല. അപ്പോൾ സാറിൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള തലമുറയിലെ വിമർശകൻ ഇല്ലാത്ത, സാറിൻ്റെ തലമുറയിലെ ഒരു വിമർശകനും ഇല്ലാത്ത, സാറിന് ശേഷം വന്ന വിമർശകരിലില്ലാത്ത ആ M കൃഷ്ണൻ നായർ തനിമ എന്താണ്? വാട്ട് ഈസ് ദ ക്വൈൻറ്റസെൻഷ്യൽ M കൃഷ്ണൻ നായർ എന്ന് ചോദിച്ചാൽ, ഹി മേഡ് ലിറ്ററേറ്റിസം എ ഡിവാസ്റ്റേറ്റിംഗ് ഈവൻ്റ് ഓഫ് അവർ ടൈംസ്. അതാണ് M കൃഷ്ണൻ നായർ തനിമ. അത് വേറെ ആർക്ക് സാധിച്ചു? പ്രൊഫസർമാരും സാഹിത്യ വിദ്യാർത്ഥികളും ഗവേഷണ വിദ്യാർത്ഥികളും പിന്നെ സാഹിത്യത്തിൽ താല്പര്യമുള്ള സാധാരണക്കാരനും മാത്രമല്ലാതെ ഓട്ടോറിക്ഷക്കാരനും അലക്കുകാരനും ചെരുപ്പ് കുത്തികളും കാത്തിരുന്ന് വായിച്ച ഒരു പങ്ക്തിയാണ് സാഹിത്യ വാരഫലം. സാഹിത്യ വാരഫലം ഇല്ലാത്തതിൻ്റെ കേടെന്താണ്? ഇപ്പോൾ ഇങ്ങനെ ആരും വായിക്കുന്നില്ല. നമ്മളിങ്ങോട്ട് കയറി വന്ന ഈ പടികളിലുണ്ടല്ലോ, ഈ പടികൾ നമുക്കിപ്പോൾ കയറി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ രാത്രി ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ഒരു ഫാൻറ്റസി പറയാം. നമ്മൾ M കൃഷ്ണൻ നായർ സാറിനെ ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചു എന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ പടികളുടെ അനുഭവം കൊണ്ടുപോയാൽ അദ്ദേഹം അത് സാഹിത്യ വാരഫലത്തിൽ ഒരു കഥയെ വിലയിരുത്താൻ ഉപയോഗിക്കും. ഞാനൊരു സാങ്കല്പിക പേര് പറഞ്ഞുകൊണ്ടിരുന്നു. കുങ്കുമമ്പാടിയിൽ കാറ്റാണി രഘു എഴുതിയ കഥ SCBHS സ്കൂളിലെ പടികൾ പോലെയാണ്. അത് അങ്ങോട്ട് കയറി ചെല്ലാൻ പ്രയാസമൊന്നുമില്ല. കഥകളിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. പകുതി കഴിഞ്ഞിട്ട് നമ്മൾ തപ്പിത്തടഞ്ഞ് വീണ് കാലൊടിക്കും വായനക്കാരൻ്റെ. ഇങ്ങനെ ഒരു സാഹിത്യ നിരൂപണം പണ്ടില്ല. ജീവിത കാഴ്ചകളുമായി, അതായത് സാഹിത്യ വിമർശനത്തിലെ ചന്തയിലും കോറിഡോറിലും മനുഷ്യർ കൂടുന്നിടത്തെല്ലാം കൊണ്ട് ഇറക്കി ജീവിതവുമായി ചേർത്ത് ക്ലിപ്പിടുന്ന ഒരു സാഹിത്യ വിമർശനം നേരത്തെ ഇല്ല. രസഗുണ്ടുകൾ വാരി വിതറിക്കൊണ്ടാണല്ലേ സാർ എഴുതുന്നത്. അതായത് സൗന്ദര്യത്തെക്കുറിച്ചും വൈരൂപ്യത്തെക്കുറിച്ചുമൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ബോധ്യം ഉണ്ടാകാനായിട്ട് വലിയ സാഹിത്യകൃതികളുടെ സൗന്ദര്യ നിമിഷങ്ങളും വലിയ കവിതയിലെ സൗന്ദര്യ നിമിഷങ്ങളും പറയുന്നതിന് പകരം സാറെന്താണ് പറയുന്നത്? വൈരൂപ്യത്തിൻ്റെ ഉദാഹരണമായിട്ട് സാറെന്താണ് പറയുന്നത്? നരച്ച മുടിയിൽ ചൂടിയ മുല്ലപ്പൂമാല.
വൃദ്ധയായ സ്ത്രീ മുല്ലപ്പൂമാല കൂടി ചൂടി പോകുന്നതിനേക്കാൾ വിരൂപമായ ഒരു കാഴ്ച ലോകത്ത് വേറെ ഇല്ലെന്നാണ് സാർ പറയുന്നത്. ആർക്കിടെക്ചർ, അതായത് വാസ്തുശില്പകലയിലെ ഏറ്റവും വലിയ വൈരൂപ്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററാണ്. രണ്ടാമത്തെ സ്റ്റാച്യുവിലെ കമ്പിത്തപാൽ ഓഫീസ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ കമ്പിത്തപാൽ ഓഫീസിലേക്ക് പോകുമ്പോൾ സാറ എഴുതാണല്ലേ, ഇത് വൈരൂപ്യമാണല്ലേ എന്നവന് തോന്നും. ഒരു സാഹിത്യകൃതിയും വായിക്കാതെ, ഒരു കവിതയിലൂടെയും കടന്നു പോകാതെ ഈസ്തറ്റിക്സിനെ കുറിച്ചും സൗന്ദര്യാനുഭവത്തെക്കുറിച്ചും അവനൊരു ബോധ്യം ഉണ്ടാവുകയാണ്. തമാശ പിന്നെ ആ തമാശ, സാറിൻ്റെ തമാശകളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇവിടെ ഒരു ചർച്ച ചെയ്യാം. ഹിച്ച്കോക്കിനോടൊരു നടി ചോദിക്കുന്നു, എൻ്റെ ശരീരത്തിലെ ഏറ്റവും ആകർഷകമായ ഘടകം ഏതാണ്? ഓമനെ, അതുകൊണ്ടല്ലേ നീ ഇരിക്കുന്നത്. തമാശയാ. ഈ ചക്കി ചങ്കരം എഴുതിയ മുൻഷി പരമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിൽ വളരെ താമസിച്ചു വന്നു. പ്രിൻസിപ്പാൾ വെച്ച്, നിങ്ങൾ പരമുള്ള ഒരുപാട് താമസിച്ചിട്ടാണല്ലോ വരുന്നത്. അല്ല സാർ, ഞാൻ വെളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ചെളി കണ്ടിട്ട് നടക്കാൻ മുന്നോട്ട് പോകുന്നില്ല, പുറകോട്ടേ പോകുന്നുള്ളൂ. പിന്നെ താൻ എങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കടന്നു. അപ്പോൾ ഞാൻ വന്നു. ഇതുപോലെയാണ് തമാശകൾ പറയുന്നത്. ഈ സാറിനടുത്ത് ഒരാൾ പറഞ്ഞ തമാശയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആറ്റിങ്ങിൽ നിന്ന് വരുന്ന ഒരാളാണ്, പേര് ഞാൻ പറഞ്ഞത്, സ്വാമി. സ്വാമി പറഞ്ഞു, സാറിൻ്റെ ഈ സാഹിത്യഭാരഫലം ഇത്രയും ജനങ്ങൾ വായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം സാറ്? എന്താണ് സ്വാമി? അതിനകത്ത് സെക്സും സ്റ്റണ്ടും കുളിസീനും കോമഡിയുമുണ്ട്. ഒരു കാർ ചേസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ശ്രീകുമാർ തിയേറ്ററിൽ റിലീസ് ചെയ്യാമായിരുന്നു. ഇത് സാറിനെ വിമർശിക്കുന്നവർ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കും. സാഹിത്യ വിമർശനം അങ്ങനെയാണോ ആവേണ്ടത്? സാഹിത്യ വിമർശനം അക്കാഡമിക്കായിട്ടല്ലേ എഴുതേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ സാറിൻ്റെ കോളം ഇത്രയും ജനപ്രിയം നേടിയതിൻ്റെ ഒരു രഹസ്യമാണ് അയാൾ പറഞ്ഞത്. പറഞ്ഞതൊക്കെ ശരിയാണ്. അതിനകത്ത് സെക്സും ചണ്ടും കുളിസീനും എല്ലാം ഉണ്ടായിരുന്നു. ഇത് നേരത്തെ പൂർവ്വമാതൃകകളില്ലാത്തൊരു പങ്ക്തിയാണിത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പങ്ക്തി ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എന്താണ്, അതിൻ്റെ റെസിപ്പി എന്താണെന്ന് സാറ് എഴുതി ഉണ്ടാക്കിയതാണ്. ലോകത്തെങ്ങുമില്ല. ഇപ്പോൾ പുതിയ സാഹിത്യ വിമർശനത്തിൻ്റെ പ്രശ്നം എന്താണ്? അതിൽ പൊട്ടിച്ചിരിയുണ്ടോ? നേർത്ത നർമ്മമെങ്കിലും ഉണ്ടോ? എല്ലാവരും ഡോക്ടർമാരാണ്. ഇവിടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, കവിയത്രിയാണ്. ഞാൻ പറയുന്ന സാഹിത്യ വിമർശനം എഴുതുന്ന ഡോക്ടർമാരെ കുറിച്ചാണ്. കൃഷ്ണനായർ സാറിനെ കുറിച്ചൊരു അനുസ്മരണ പ്രസംഗം നടത്താനായിട്ട് കാര്യവട്ടം യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ഒരിക്കൽ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ മുഴുവൻ ഡോക്ടർമാരാണ്, അതിന് ആനുപാതികമായി രോഗികളുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർക്ക് 10 രോഗികളെങ്കിലും വേണ്ടേ? അവിടെ ഒരു 10-25 ഡോക്ടർമാരുണ്ട്. അങ്ങനെ 250 സ്റ്റുഡൻസ് അവിടെ ഇല്ല. അപ്പോൾ ഇതിന് ആനുപാതികമായ രോഗികളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു ഡോക്ടർ എഴുതിയ സാഹിത്യ വിമർശന ലേഖനം വായിച്ചിട്ട് ഒരു വായനക്കാരൻ, 2 വായനക്കാരൻ നിൽക്കുകയാണ്. ഒരു വായനക്കാരൻ, സാറ് എഴുതിയ എനിക്കൊന്നും മനസ്സിലായില്ല. മറ്റേ ആൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. നിനക്കെന്ത് മനസ്സിലായി? സാറ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒലക്ക പുഴുങ്ങിയതാണ് കഴിച്ചതെന്നും ആ ലേഖനം വായിച്ചാൽ അറിയാമെന്ന്. കഴിഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒലക്ക പുഴുങ്ങിയിട്ട് എഴുതിയ പോലെ ഉണ്ടെന്ന് ലേഖനം. സാറ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒലക്ക പുഴുങ്ങിയതുപോലെ അല്ല എഴുതിയത്. യേശുദാസിൻ്റെ മാന്ത്രികമായൊരു ഗാനമുണ്ടല്ലോ, താമസമെന്തേ വരുവാൻ. അത് മലയാളത്തിൽ പിന്നീട് വന്ന 2 ഗായകർ പാടിയതിൻ്റെ കാസറ്റുണ്ട്. 2 പേരുടെ പേര് ഞാൻ പറയില്ല. അതിൽ ഒരു പാട്ട് ഈ അടുത്ത വീട്ടിലെ, ആ പാട്ടിൻ്റെ ഒരു സവിശേഷത, അടുത്ത വീട്ടിലെ കാമുകിക്ക് കേൾക്കാൻ പാടുന്നതാണ്. അവൾ മാത്രമേ കേൾക്കാവൂ. തൊട്ടടുത്ത് കിടക്കുന്ന അമ്മ കേൾക്കാൻ പാടില്ല. സഹോദരനുണ്ടെങ്കിൽ അവനും കേൾക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിഗൂഢ സ്വകാര്യത ആ ശബ്ദത്തിനുണ്ട്. ഉണ്ട്, യേശുദാസിൻ്റെ ശബ്ദത്തിൽ അതുണ്ട്. ഈ പറഞ്ഞ ഗായകൻ, ഒന്നാമത്തെ ഗായകൻ പാടിയത് കേട്ടാൽ അവളുടെ വീട്ടിലെ എല്ലാ സഹോദരന്മാരും, അമ്മാവനുണ്ടെങ്കിൽ അമ്മാവനും ഒലക്കയായിട്ടവനെ അടിക്കാൻ വരും. മയക്ക് വെച്ചങ്ങ് പാടുകയാണ്. രണ്ടാമത്തെ ഗായകൻ്റെ പാട്ട്, അയാൾ യേശുദാസിനെ പോലെയൊക്കെ വേഷം ധരിക്കുന്ന ഒരാളാണ്. പേര് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അയാളുടെ പാട്ട് കേട്ടുടൻ ഞാൻ പന്മന രാമേന്ദ്ര സാറിനെ വിളിച്ചു. കാര്യം പന്മന രാമേന്ദ്ര സാറിനെ ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട്, സാർ എനിക്കൊന്ന് കാണണം, എനിക്ക് ഈ നവരസങ്ങളിൽ ബീഭത്സം എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. സാറ് തന്നെയാണ് പഠിപ്പിച്ചത് നവരസങ്ങൾ. സാറ് അന്ന് പഠിപ്പിച്ചു. പക്ഷേ എനിക്ക് ഇതങ്ങോട്ട് വില കയറിയില്ല. സാർ എനിക്കതൊന്ന് പറഞ്ഞു തരുമോ? വാ വാസനം വാന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ടോണം സാറിനെ വിളിച്ച് പറഞ്ഞു, സാറേ ഞാൻ വരുന്നില്ല. എന്താണ് ബീഭത്സം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, യേശുദാസിൻ്റെ ഒരു പാട്ട് വേറെ പാടി ഞാൻ ഇപ്പോൾ കേട്ടത് മുഴുവൻ ബീഭത്സമാണെന്ന്. സാറ് പൊട്ടിച്ചിരിച്ചു.
പിന്നെ സാറ് ചിരിച്ചെങ്കിൽ ആ ചിരിയുടെ ക്രെഡിറ്റ് എനിക്കല്ല. ഞാൻ സാഹിത്യ വിമർശനത്തിൽ കൃഷ്ണൻ നായരുടെ ശൈലി അനുകരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പാട്ട് ബീഭത്സമാണ്. സാറ് വിമർശിക്കുന്ന കേട്ടിട്ടില്ലേ? പേനയെടുത്ത് കടലാസിൽ എഴുതണം, കിളയ്ക്കരുത്. അവൻ ആയുസ് പിന്നെ എഴുതും. ഞാൻ ആദ്യമായിട്ട് സാറിലാണ് കേൾക്കുന്നത്. ഇത് നമ്മൾ സാറിന് പറയും ഇറ്റ് ഇസ് ബുൾഷിറ്റ് എന്ന് പറയും. ഒരു കഥയെ വിമർശിച്ച് ഞാൻ ബുൾഷിറ്റ് എന്ന് പറയും. സാർ എഴുതിയ സ്റ്റീമിങ് ബുൾഷിറ്റ് എന്നാണ്. ആവി പാറുന്ന കാളച്ചാണകം. അതായത് ഇട്ട ഉടനാണ് ആവി പാറുന്നത്. ഒരു കഥയെക്കുറിച്ച് ആവി പാറുന്ന കാളച്ചാണകമാണ് ഇതെന്ന് എഴുതി അവൻ പിന്നെ ആയുസിൽ എഴുതും. ഇതാണ് എം കൃഷ്ണൻ നായരില്ലാത്തതിൻ്റെ കേട്. എം കൃഷ്ണൻ നായരില്ലാത്തതിൻ്റെ കുഴപ്പമല്ല, എം കൃഷ്ണൻ നായർ സാറില്ലാത്തതിൻ്റെ കേടാണ്. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ യേശുദാസിൻ്റെ ഞാൻ പറഞ്ഞ ഗാനം നിങ്ങളൊന്നുകൂടി കേൾക്കണം. അല്ല, എന്തിനാണ് ഇപ്പോൾ യേശുദാസിനെ വിളിച്ചതെന്ന് വെച്ചാൽ ഈ ആധുനികത കാലത്ത് ഇറങ്ങുന്ന സാഹിത്യ നിരൂപണങ്ങൾ വായിക്കുമ്പോഴാണ് കൃഷ്ണൻ നായർ സാർ സാഹിത്യ വിമർശനത്തിൽ എന്താണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സാറിൻ്റെ നവരസ നടന പൂർണിമയാണ് സാറിൻ്റെ സാഹിത്യ വിമർശനം. പുതിയ സാഹിത്യ വിമർശനം ബീഭത്സമാണ്. സാറിൻ്റെ ജീവിതത്തിൽ വലിയ സാറിനെ ഹോണ്ട് ചെയ്തൊരു സൗന്ദര്യ പ്രപഞ്ചമാണ് ഈ വേമ്പനാട്ട് കായലും അതിൻ്റെ തീരങ്ങളും. സാറിൻ്റെ അച്ഛൻ എക്സൈസ് പോലീസുകാരനായിരുന്നു, മുഴുക്കുടിയനായിരുന്നു. എപ്പോഴും സർവീസിൽ ട്രാൻസ്ഫർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി സാറിൻ്റെ ബാല്യം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ, കേരളത്തിൻ്റെ മധ്യ കേരളത്തിലെയും തിരുവിതാംകൂറിൽ അന്ന് തിരുവിതാംകൂറിലാണല്ലോ, വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നു സാറിൻ്റെ വിദ്യാഭ്യാസം. തിരുവിതാംകൂറിലെ വിവിധ സ്കൂളുകളിലാണ് സാറ് പഠിച്ചു പോയത്. രാത്രി അടിക്കുന്ന അച്ഛനാണ്. കണ്ടമനം പൊതിരത്തല്ലുകയും മദ്യപിച്ച് വന്ന് വീട് നരകമാക്കുകയും ചെയ്യുന്ന ഒരു അച്ഛൻ്റെ മകനാണ് എം കൃഷ്ണൻ നായർ. ഞാൻ പറയുന്ന മലയാളത്തിലെ എഴുത്തുകാരിൽ ഇത്രയും മോശപ്പെട്ട ബാല്യമുള്ള വേറൊരു എഴുത്തുകാരനില്ല. അതുകൊണ്ടാണ് ഇത്രയും സൗന്ദര്യ പ്രപഞ്ചം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഇത്രയും മോശപ്പെട്ട ബാല്യം മലയാളത്തിലെ മറ്റൊരു എഴുത്തുകാരനുമില്ല, അത് ഉറപ്പായി ഞാൻ പറയാം. അപ്പോൾ ഒരു ദിവസം വേമ്പനാട്ട് കായലല്ല, അഷ്ടമുടി കായലാണ് കേട്ടോ. അഷ്ടമുടി കായലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ എം കൃഷ്ണൻ നായർ, അന്നത്തെ എം കൃഷ്ണൻ എന്ന വിദ്യാർത്ഥി, ഈ ഉച്ചസൂര്യൻ കായൽ ജലപ്പരപ്പിൽ വിതറുന്ന സ്വർണ്ണ നാണയങ്ങളുടെ മാസ്മരീത കണ്ട് ഭൂമി ഇത്രയും സുന്ദരമാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനാണെന്ന് ആലോചിച്ച് തിരിച്ചു വന്ന ഒരാളാണ് ഈ കുട്ടി. മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കൃഷ്ണമാരാറിലോ മുണ്ടശ്ശേരിയിലോ ഒന്നും കാണാത്ത വിധം വേമ്പനാട്ട് കായലിലെ ചന്ദ്രിക ചർച്ച ചെയ്ത രാത്രികളിൽ നിന്നും അതിലൂടെ വള്ളം തുഴഞ്ഞു പോകുന്ന പാട്ടുകാരൻ്റെ ഏകാന്തതയിൽ നിന്നും സാഹിത്യ വിമർശനം സൃഷ്ടിച്ച ഒരാളാണ് എം കൃഷ്ണൻ നായർ. നമ്മൾ മറ്റ് സാഹിത്യ വിമർശകരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് എം കൃഷ്ണൻ നായർ എന്ന് ആലോചിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോഴൊന്നും പറയാൻ സാധിക്കാത്ത ധാരാളം മെറ്റഫറുകൾ ഇങ്ങനെ കയറി വരും. അതിലൊന്ന് കായൽ, നിലാവ്, ഈ പറഞ്ഞ വള്ളം, അങ്ങനെയുള്ള സാറ് വള്ളം എന്ന വാക്ക് ഉപയോഗിക്കില്ല കേട്ടോ, യാനപാത്രം എന്നാണ് ഉപയോഗിക്കുന്നത്. കടുത്ത സാധനങ്ങളാണ് സാറ് ഉപയോഗിക്കുന്നത്. വള്ളം എന്ന് ഉപയോഗിച്ചാൽ പോരെ, യാനപാത്രം വല്ല കാര്യമുണ്ടോ? കാരണം അങ്ങനെ ചില സംസ്കൃത പക്ഷപാതങ്ങളുണ്ട്, അതിൻ്റെ വാക്കിൻ്റെ ഫീൽ അങ്ങ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ നിന്നും സാഹിത്യ വിമർശനം സൃഷ്ടിച്ച എം കൃഷ്ണൻ നായർ ഇപ്പോൾ ആരങ്ങനെ സാഹിത്യ വിമർശനം സൃഷ്ടിക്കുന്നു? അനുഭൂതികളുടെ ഉന്മീലനമുണ്ടോ ഇപ്പോഴത്തെ സാഹിത്യ വിമർശനത്തിൽ? സാറുമായിട്ട് അടുത്ത് ഇടപഴകിയ ഒരാൾക്ക് തോന്നും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിവില്ലാത്ത ആളാണ് സാറെന്ന്. സാറിനുമായി പരിചയപ്പെടാതെ സാറിൻ്റെ സാഹിത്യ വിമർശനം മുഴുവൻ വായിക്കുന്നവർക്ക് തോന്നുന്നത് സാധാസമയം എളിയിൽ പിച്ചാത്തിയായിട്ട് നടക്കുന്ന ഒരാളാണ്, അല്ലേ? സാറിൻ്റെ പരിചയമേ ഇല്ലാത്ത ഒരാൾ എന്താണ് വിചാരിക്കുന്നത്? ഭയങ്കരനായ ഒരാളെന്നല്ലേ വരും. സാർ ഇത് രണ്ടുമാണ്, സാർ ഇത് രണ്ടുമല്ല. വിമർശനത്തിൽ ഒരു ദയവുമില്ല സാറിന്. സാറിൻ്റെ ഒരു സാഹിത്യവാരഫലത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അത് 1969 മലയാള നാട് എന്ന വാരിക തുടങ്ങിയോടൊപ്പം തുടങ്ങിയ ഒരു പങ്ക്തിയാണ്. സാറിൻ്റെ സാഹിത്യത്തിലുള്ള ഇളകിയാട്ടം എന്നൊക്കെ പറയുന്ന 50കളിൽ തുടങ്ങി. സാറിൻ്റെ പ്രശസ്തമായ ഒരു സംഭവം എന്ന് പറയുന്നത് മാറ്റലി കവികൾ എന്ന 4 പ്രസിദ്ധ കവികളെ വിളിച്ചിട്ട് അതിൽ 3 പേരെ ആജീവനാന്തം റദ്ദാക്കിയ സംഭവമാണ്. ആജീവനാന്തം റദ്ദാക്കി എന്ന് തന്നെ ഞാൻ പറയും. സാറ് സൃഷ്ടിച്ച വിധ്വംസക പ്രവർത്തനമാണ്. ചങ്ങമ്പുഴയുടെ മാറ്റലി കവികളെന്ന് വിളിച്ചിട്ട് 4 പ്രശസ്ത കവികളെയാണ് സാറ് നിഗ്രഹിച്ചു കളഞ്ഞത്. അന്നു മുതൽ
സമൂഹത്തിൻ്റെയും വായനക്കാരുടെയും ശ്രദ്ധയിൽ വളരെ വലിയ താരപരിവേഷത്തോടെ നിന്ന ആ സമയത്താണ് അദ്ദേഹം സാഹിത്യവാരഫലം തുടങ്ങുന്നത്. സാഹിത്യവാരഫലം തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് പറയുന്ന പോലെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഈ ആ ഒരു ക്ഷുഭിത സമുദ്രത്തെ ഉള്ളിൽ ആവാഹിച്ചതുപോലുള്ള ആ മുഖത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിൻ്റെതാണോ ആ പശ്ചാത്തലം? അല്ല. ഒരു ബുക്ക് ഷെൽഫിൻ്റെ പശ്ചാത്തലമാണോ? അല്ല. ഒരു നൂറ്റാണ്ടിൻ്റെ മുഴുവൻ പശ്ചാത്തലം ആ പുസ്തകം മുഖത്തിന് പിന്നിലില്ലേ? ഞാൻ ഇതിനിടയിൽ എൻ്റെ വീട്ടിലെ പഴയ പ്രസ് ഏരിയകളൊക്കെ അടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോൾ ഒരു പുസ്തകം കൈ കെട്ടി. ആ പുസ്തകം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു മാധ്യമ സ്ഥാപനം മലയാളികളെ ഏറ്റവും സ്വാധീനിച്ച 100 പേരെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അത് 20ാം നൂറ്റാണ്ട് മാത്രമല്ല, മൊത്തത്തിൽ ഇതുവരെ സ്വാധീനിച്ച 100 പേരെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിൽ സത്യനില്ല, പ്രേം നസീറില്ല, യേശുദാസ് ഇല്ല, MT വാസുദേവൻ നായരില്ല. അതെന്ത് പുസ്തകമാണ്? കായംകുളം കൊച്ചുണ്ണിയുണ്ട്. കായംകുളം കൊച്ചുണ്ണിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപ്പോൾ എന്നെ വല്ലാതെ ഇതാക്കിയത്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കുകയാണ്, ഈ മലയാളത്തിലെ ഏറ്റവും മികച്ച 10 നോവലിസ്റ്റുകൾ, 10 കവികൾ, 10 ചലച്ചിത്രകാരന്മാർ, 10 ചെറുകഥകൃത്തുകൾ എന്നൊക്കെ പറയുന്ന ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മളെന്തിനാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അച്ചടി യന്ത്രത്തിലേക്ക് നോക്കുന്നത്? നമുക്ക് അവനവൻ്റെ മേശപ്പുറത്ത് മേശയുടെ അരിയിൽ ചെന്ന് അവനവൻ്റെ കടലാസ് എടുത്ത് അവനവൻ്റെ പേന ഉപയോഗിച്ച് അങ്ങോട്ട് എഴുതിയാലെന്താണ്? എനിക്ക് എൻ്റെ ബോധ്യത്തിൽ എനിക്ക് 10 പേരെ തിരഞ്ഞെടുത്തൂടെ? വേണമെങ്കിൽ അറിവുള്ളവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെ 10 പേരെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 100 പേരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. ഞാൻ അത് ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ 100 പേരെ തിരഞ്ഞെടുക്കുമെന്നും അതൊരു പുസ്തകമായി വരുമെന്നും ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. ഇനി അത് ഞാൻ ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ ഞാൻ 20ാം നൂറ്റാണ്ടിൻ്റെ ലോക്കപ്പ് കിടന്ന് ഇടി കൊള്ളേണ്ടി വരും. ഞാൻ 20ാം നൂറ്റാണ്ടിലെ 100 പേരെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് ഞാൻ കമ്മിറ്റഡാണ്. അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൻ്റെ കോടതിയുടെ സർട്ടിഫിക്കറ്റ് കയറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനങ്ങനെ ഈ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റികളാണല്ലോ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും പത്രാധിപർ സുമാരനും സത്യനും പ്രേം നസീറും MTയും ബഷീറും വരുന്ന ആദ്യത്തെ 20 പേരിലാണ് കൃഷ്ണനായർ സാർ വന്നത്. അത് എൻ്റെ ലിസ്റ്റാണ്, നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം. എൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ 20 പേരിൽ ഒരാൾ കൃഷ്ണനായരാണ്. അത്രയധികം 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയെ തോളിലെടുത്ത ഒരു വ്യക്തിത്വമാണ്. ചരിത്രം വന്ന് നമ്മളിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കാതെ നമ്മൾ ചരിത്രത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് ഒരാൾ നമ്മൾ ഒരു കേരളത്തിൽ ജനിച്ച ഒരാൾ മലയാളിയാവുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ജനിച്ച് വായി തോന്നിയ കുറേ മലയാളം പറഞ്ഞു കിടന്നാലൊന്നും മലയാളിയാവുകയൊന്നുമില്ല. എഴുത്തച്ഛൻ്റെയോ കുമാരനാശാൻ്റെയോ ചങ്ങമ്പുഴയുടെ 2 വരി ഉദ്ധരിക്കാൻ കഴിവില്ലാത്തയാൾ മലയാളിയാണോ? അയാൾ വളരെ നിർഭാഗ്യകരാമ്പതം അപൂർണനായ ഒരു മലയാളിയെങ്കിലുമാണ് എന്ന് ഞാൻ പറയും. യുഗപരിവർത്തനത്തിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത ഡോക്ടർ പൽപ്പുവും മലയാളി പണ്ടേ ക്രിമിനലാണെന്ന് എഴുതിയ ക്രൈം നാടകത്തിലൂടെ എഴുതിയ CJ തോമസും ആരാണെന്ന് ചോദിച്ചാൽ ബബ്ബ എന്നേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എങ്കിൽ ദൈവത്തിനാണ്, അമ്മച്ചിയാണ്, ഞാൻ മലയാളിയല്ല. ഭൂപടം മാറ്റി വരച്ച നിരവധി സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അവർണന് വേണ്ടി സവർണം നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്നങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? അവർണന് വേണ്ടി സമരം നടത്തുമോ? വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് 2 വാക്യം അറിയാത്ത ഒരാൾ മലയാളിയാണ്. കുറിയിടത്ത് താത്രി സ്മാർത്ഥ വിചാരത്തിനിടയിൽ ഉയർത്തിപ്പിടിച്ച 64 പുരുഷന്മാരുടെ ലിസ്റ്റും നിങ്ങൾ പലവ്യഞ്ജനക്കടയിലേക്ക് കൊടുത്തുവിടുന്ന ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞില്ലെങ്കിൽ ഒരാൾ വളരെ ദയനീയമാം വിധം നോൺ മലയാളിയാണ്. ഞാൻ പറഞ്ഞത് മലയാളികളുടെ 100 പേർ, മലയാളികളുടെ 50 പേർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ധാരണകൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ വിഷയം മാറിപ്പോയിരിക്കാൻ പറയാം. ഈ പറയുന്ന പോലെ കൃഷ്ണനായർ സാർ 20ാം നൂറ്റാണ്ടിലെ മലയാളികളെ ഏറ്റവും സ്വാധീനിച്ച ആദ്യത്തെ 20 പേരിൽ ഒരാളാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ പശ്ചാത്തലം ഞാൻ പറഞ്ഞത്. സ്റ്റാച്യൂവിലെ രമേശൻ്റെ കടയിൽ നിരത്തി വച്ചിരിക്കുന്ന മാസികകളിലെ സാഹിത്യ വിമർശനം വായിക്കാൻ
സാഹിത്യ വിമർശനം അതിന് ചുറ്റും അലഞ്ഞു തിരിയുന്ന നന്ദിയുള്ള മൃഗത്തിന് പോലും ആവശ്യമില്ലെങ്കിൽ അത് സാഹിത്യ പാരഫലം ഇല്ലാത്തതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ഇല്ലായ്മയാണ്. സാഹിത്യ വിമർശനം പോയി അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരിക്കൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 2 കാര്യങ്ങൾ പ്രധാനമായും എം കൃഷ്ണൻ നായർ സാർ മലയാളത്തിൽ ചെയ്തു. ഒന്ന്, വലിയ സാഹിത്യ മാതൃകകൾ കൊണ്ടിറക്കിക്കൊണ്ട് മലയാളികളുടെ സമകാലീനമായ സാഹിത്യബോധത്തെ ആഗോളവൽക്കരിച്ചു. മൻമോഹൻ സിംഗ് ആഗോളവൽക്കരിക്കുന്നതിന് 10-30 വർഷം മുമ്പ് നടന്ന സംഭവമാണിത്. ആഗോളവൽക്കരിച്ചു, മലയാളിയെ ആഗോളവൽക്കരിച്ച എഴുത്തുകാരനാണ് എം കൃഷ്ണൻ നായർ. അത് കേസരി ബാലകൃഷ്ണൻ പിള്ളയും ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ അത് വളരെ ലിമിറ്റഡാണ്. കേസരി ബാലകൃഷ്ണനുള്ള അപ്പോഴപ്പോഴിറങ്ങുന്ന പുസ്തകങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ട് എഴുതിയിട്ടില്ല. വിദേശ സാഹിത്യത്തിലെ പ്രധാന ക്ലാസിക്കുകളെല്ലാം അദ്ദേഹം ഇത് അങ്ങനെയല്ല, ഇത് റണ്ണിങ് കമൻട്രിയാണ്. സാഹിത്യത്തിൻ്റെ വിശ്വസാഹിത്യത്തിൻ്റെ റണ്ണിങ് കമൻട്രിയാണ് നമ്മൾ സാഹിത്യ പാരഫലത്തിലൂടെ വന്നുകൊണ്ടിരുന്നത്. ആ സമകാലീനമായ മാതൃകളിറക്കി നമ്മൾ കൊമ്പത്ത് വലിയ ദാർഢ്യത്തോടെ ഭാവിച്ചിരുന്ന മലയാള സാഹിത്യത്തിന് ആക്രി വിലയിട്ട ഒരു എഴുത്തുകാരനാണ് എം കൃഷ്ണൻ നായർ. 8 കാശിൻ്റെ സാഹിത്യം എന്നാണ് മലയാള സാഹിത്യത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. നമ്മളിൽ വലിയ പ്രകോപനം ഉണ്ടാക്കുന്നൊരു വാക്യമാണതെങ്കിലും അതങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രസം, ഇങ്ങനെ മലയാളിയെ ആഗോളവൽക്കരിച്ച ഈ എഴുത്തുകാരൻ ഭൂഗോളം മുഴുവൻ ഇങ്ങനെ നടന്നിട്ടൊന്നുമില്ല. അദ്ദേഹം കേരളം വിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ബെലാറഷയിൽ പോയതും ഒരിക്കലോ മറ്റോ ഗൾഫിൽ പോയിട്ടുണ്ട് അദ്ദേഹം. അല്ലാതെ അദ്ദേഹം ലോകം മുഴുവൻ ഇങ്ങനെ പാഞ്ഞു പിടിച്ച് നടന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ആഗോളവൽകൃതനായ ഒരു മനുഷ്യനാണ് എം കൃഷ്ണൻ നായർ. ലോകം മുഴുവൻ ഇങ്ങനെ നായ ചന്തയിൽ പോകുന്നവരെ പരതി നടന്നിട്ടൊന്നും ഒരാൾ ആഗോളവൽക്കരിക്കപ്പെടുകയൊന്നുമില്ല. ലോകം മുഴുവൻ നടക്കുകയും യാത്രാവിവരണം എഴുതുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ്റെ ഒരു അനുഭവം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു കാറിൽ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമായിരുന്നു. കാറ് ഒരു സ്ഥലത്ത് നിർത്തി അയാൾ പോയി പേരയ്ക്ക വിലപേശി വാങ്ങിച്ചു. 6 പേരയ്ക്ക വിലപേശി വാങ്ങിച്ചു. വിലപേശി വാങ്ങുമ്പോൾ തന്നെ അവർക്ക് വല്ലാതെ തോന്നി. അയാൾ പാവപ്പെട്ട മനുഷ്യൻ 60 രൂപ ചോദിച്ചപ്പോൾ അയാൾ 50 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കാറിലിരുന്ന് ഏതാണ്ട് കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയ്ക്കിടയിൽ ഇയാൾ 6 പേരയ്ക്കയും കടിച്ച് തിന്നുകയായിരുന്നു. ഒന്ന് വേണമോ എന്ന് പോലും അടുത്തിരിക്കുന്നവരടുത്ത് ചോദിച്ചില്ല. ഇയാൾ ലോകം മുഴുവൻ നടന്നിട്ട് എന്ത് ചെയ്യാനാണ്? അയാൾ സകല രാജ്യങ്ങളും ചൈനീസ് വന്മതിലും പിന്നെ ഒക്കെ കണ്ട ഒരാളാണ്. അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട്. ഒരു 3rd റേറ്റ് മലയാളിയെ ഇതൊക്കെയപ്പുറം എന്തെങ്കിലും ആണോ ആ മനുഷ്യൻ? കൃഷ്ണനായർ സാർ അങ്ങനെയല്ല. ഞാൻ ഇതിൽ കുറച്ച് അതിശയോക്തിയോടുകൂടി പറഞ്ഞത് ഭൂഗോളം അദ്ദേഹം ഭൂഗോളത്തിലേക്ക് പോവുകയല്ല, ഭൂഗോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഒരു സന്ധ്യ നേരത്തെ കോളിംഗ് ബെല്ലമർത്തുകയാണ് ചെയ്തത്. ഭൂഗോളം വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലമർത്തി അടുത്ത് വരുന്ന സന്ധ്യാനാമ കീർത്തനം കേട്ടുകൊണ്ട് നിന്നപ്പോൾ വന്ന് വാതിൽ തുറന്ന ആളിൻ്റെ പേരാണ് എം കൃഷ്ണൻ നായർ. റിൽക്കയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, വൻമരത്തിൻ്റെ മറവിൽ നിന്ന് സായാഹ്നം വസ്ത്രങ്ങൾ മാറുന്നു. വസ്ത്രങ്ങൾ മാറുന്ന സായാഹ്നത്തിൻ്റെ മറവിൽ നിന്ന് സാറിപ്പോൾ എന്നെ നോക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു സായാഹ്നമല്ലേ? താഴുന്ന സൂര്യൻ്റെ ചെങ്കതർ പ്രഭ ഇല്ലെങ്കിൽ ഇതൊരു സായാഹ്നമാണല്ലോ. ആ മറവിൽ നിന്ന് സാറിപ്പോൾ എന്നെ നോക്കുകയും കേട്ടിരിക്കുന്നത് നിങ്ങളെ നോക്കുകയും ചെയ്യുകയാണെന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സാറിൻ്റെ അതായത് പിച്ചാത്തിയും കോടാലിയും കൊണ്ട് എഴുതിയ എം കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ലൈസൻസ് ഉണ്ടെന്ന് ചിലർക്ക് തോന്നാം. തീവ്രമായ വിമർശനത്തിലേക്ക് പോകാവുന്ന ഒരു ലൈസൻസ് എനിക്കുണ്ട്. സമകാലീന സാഹിത്യം എടുത്ത് മുന്നിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ബീഭത്സം എന്ന് വിശേഷിപ്പിച്ച മനോഭാവത്തോടുകൂടി വിമർശിക്കാനുള്ളൊരു ലൈസൻസ് വേണമെങ്കിൽ എനിക്കുണ്ടെന്ന് പറയാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാര്യം എൻ്റെ ഒരു പ്രശ്നം, ഞാനും ഈ സാഹിത്യ രൂപങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മളൊരു നോവൽ എഴുതുന്ന ഒരാൾ വേറൊരു നോവലിസ്റ്റിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ വിമർശിക്കാനൊരു എത്തിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പണ്ട് തീവ്രമായി സിനിമാ നിരൂപണങ്ങൾ എഴുതുമായിരുന്നു. അരവിന്ദൻ്റെ ചിദംബരം എന്ന സിനിമ ശ്രീകുമാർ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരള കൗമുദിയിൽ ഞാൻ അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടോ ജോലി പോയില്ല കേട്ടോ. ജോലി പോകുന്ന എഴുത്താണത്. ജോലി പോവുകയോ അടി കിട്ടുകയോ ചെയ്യുന്ന ഒരു ഡസൻ എഴുത്തെഴുതിയില്ലെങ്കിൽ അവൻ പത്രപ്രവർത്തകനേ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ പക്ഷേ ഞാൻ സിനിമയിൽ തിരക്കഥയൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ സിനിമ വിമർശനം ഞാനൊന്ന് കുറച്ചല്ല, ഞാൻ അത് മിക്കവാറും മതിയാക്കിയെന്ന് തന്നെ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ സാഹിത്യ വിമർശനവും ഞാൻ വ്യാപരിക്കുന്നൊരു ഫാമാണ്. ഞാൻ പത്രപ്രവർത്തനത്തിൽ വന്ന കാലം മുതൽ തന്നെ അതിൽ വ്യാപരിച്ചിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയുമില്ല. ഈ നോവലിൽ വെപ്പുമീശ വയ്ക്കാം, പക്ഷെ അത് ചുരുട്ടി ആളുകളെ പേടിപ്പിക്കരുത്. പ്രധാനമന്ത്രി ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഹാരമിട്ടത്
അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു ആദിവാസി വിശ്വാസത്തിൻ്റെ ഇരയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുമ്പോൾ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ലേഖനത്തിൽ എഴുതിയതുപോലെ ഗ്രീക്ക് ട്രാജഡി അഭിജ്ഞാന ശാകുന്തളത്തെ കല്യാണം വേളി കഴിക്കുന്ന സിറ്റുവേഷനാണത്. അത് ആ തലത്തിൽ തന്നെ എഴുതണം. അതിൻ്റെ ലെയറുകളെല്ലാം അതിൽ വരണം. അല്ല അത് ചാണക വറളി പോലെ എഴുതിയിട്ട് ഇത് നോവലാണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമല്ല. 17 വർഷം മലയാള സാഹിത്യത്തിലെ സകല പുലികളെ ഇറക്കി ലിറ്റററി ജേർണലിസം നടത്തിയ ഞാൻ പരസ്യത്തിൻ്റെ ഭാഷയിൽ തകർക്കാനാവാത്ത വിശ്വാസത്തോടെ പറയുകയാണ്, ഒരുപാട് പ്രശംസിക്കപ്പെട്ട ഒരു നോവൽ ഞാനിപ്പോൾ വായിക്കുന്നുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങളും നേടി. ഈ നേരത്തെ പറഞ്ഞ ചാണകവറളി നോവൽ 10 ചാപ്റ്ററായപ്പോൾ ഈ ലോട്ടറിക്കാരൻ പറയുന്ന പോലെ ഈ ചവറ്റുകൊട്ട എന്നെ മാടി മാടി വിളിക്കുകയായിരുന്നു. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവൽ, ആ നോവലിൻ്റെ പേര് ഞാൻ ഇവിടെ പറയില്ല, ഞാൻ പുറത്തിറങ്ങി സ്വകാര്യമായിട്ട് വെച്ചാൽ പറയാം. ആ നോവൽ വായിച്ച 10 ചാപ്റ്ററായപ്പോൾ വിളപ്പിൽശാല ചവർ സംസ്കരണ ഫാക്ടറിയാണ് എന്നെ മാടി മാടി വിളിച്ചത്. എം കൃഷ്ണനായർ സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്നൊരു വെജിറ്റേറിയൻ പ്രസംഗം പ്രതീക്ഷിക്കരുത്. ഇവിടെ ശരിക്കും എം കൃഷ്ണനായർ സാറിൻ്റെ സാഹിത്യ വിമർശനത്തെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഒരു പദം എനിക്ക് കിട്ടി. എം കൃഷ്ണനായർ സാറ് മലയാള സാഹിത്യത്തിലെ ഒരു നോൺ വെജിറ്റേറിയൻ വിമർശകനാണ്. എന്താണ് മലയാള സാഹിത്യപരമില്ലാത്ത മലയാള സാഹിത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ തകർക്കാനാവാത്ത വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്, ഇത്രയും മാനസിക രോഗികൾ കഥയും നോവലും കവിതയും എഴുതുന്ന വേറൊരു കാലഘട്ടവും മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഞാൻ ട്രാക്കിൽ വീണത്. ഇത്രയും മാനസിക രോഗികൾ. ഒരുത്തൻ്റെ കഥ സിനിമയായി. ആ സിനിമ ആയതുകൊണ്ട് നമ്മൾ വിനായകൻ എന്നൊരു നടനെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അയാളെ ഇഷ്ടപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയാളുടെ സംസാര രീതി, അയാളുടെ ചെയ്തികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അയാളൊരു അഗ്ലി പേഴ്സൺ ആണെന്നുള്ള ഒരു ഇമേജ് അയാൾക്കുണ്ട്. ഈ അഗ്ലി പേഴ്സൺ എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് ഞാൻ ഈ പറഞ്ഞ കഥയെ പരാമർശിച്ചുകൊണ്ട്, കഥ സിനിമ ആയതുകൊണ്ട് കൂടിയാണ് ഇൻ്റർവ്യൂ, നിങ്ങൾ ആനയെ തൊട്ടിട്ടുണ്ടോ? അപ്പോൾ അയാളെന്തോ ഞാൻ ചോദിച്ചതിന് സമാനം പറയാം, ആനയെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആനയെ ഒന്ന് തഴുകി നോക്കണം. ഇത്രയും ഭയാനകമായൊരു അനുഭവം ജീവിതത്തിൽ വരെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ ആനയുടെ ഏറ്റവും പരുക്കനായ ഭാഗമാണ് തുമ്പിക്കൈ. വളരെ അറപ്പുണ്ടാക്കുന്ന ഒരു അനുഭവമായിരിക്കും അതിനെ സ്പർശിച്ചാൽ. ആ തുമ്പിക്കൈയിൽ കിടത്തി ആരെ പറയണ്ടല്ലോ, ആ തുമ്പിക്കൈയിൽ കിടത്തി ആദ്യ രാത്രി കൊണ്ടാടുന്നതിനെ കുറിച്ചാണ് അവൻ്റെ കഥയിലെ ഭാവന. ഈ വിനായകൻ ഭീകരയുടെ പര്യായ പദം അറിയുന്ന വിനായകൻ ചോദിക്കുന്നത് ഇതെന്ത് ഭീകരമാണിതെന്ന്. ഇങ്ങനെയും മനുഷ്യരുണ്ടോ ലോകത്ത്? ഇങ്ങനെ കഥാകൃത്തുക്കളുണ്ടോന്നല്ല അയാൾ ചോദിച്ചത്, ഇങ്ങനെ ഭാവന ചെയ്യുന്ന മനുഷ്യരുണ്ടോ ഈ ലോകത്തുനിന്നാണ്. മലയാള സാഹിത്യത്തിലെ ഒരു കഥയാണത്. ഉണ്ട്. അവൻ അടി കൊടുക്കേണ്ട വേറൊരു കേസ് അവൻ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഒരു ക്ലാസിക് കവിതയുടെ പേരാണ് അവൻ അതിലിട്ടിരിക്കുന്നത്. അതും അടി കൊടുക്കേണ്ട കേസാണ്. അത് പോട്ടെ. അപ്പോൾ ഈ ഊളംപാറയിലെയും കുതിരവട്ടത്തെയും സകല ഷോക്കുകളും കണ്ടെയ്നർ ലോറികളിൽ കൊണ്ട് ഇറക്കിയാലും ഭേദമാവാത്ത വിധം ഭ്രാന്താണ്. മലയാളത്തിലെ അമേധ്യ കഥാകൃത്തുക്കൾ എന്നൊരു വിഭാഗം തന്നെയുണ്ട്. ഈ പറയുന്ന നമ്മൾ കാലത്ത് ടോയ്ലറ്റ് കയറി കളയുന്ന ഈ സാധനത്തിൻ്റെ വർണ്ണനയാണ്. അതിങ്ങനെ ഉത്ഭവിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്, അത് ഉത്ഭവിച്ചിട്ട് അവിടെ ഉണങ്ങിയിരിക്കും. ഇവനെയൊക്കെ അടിയല്ലേ, ഇവനൊക്കെ കൊടുക്കേണ്ട അടി കൊടുക്കാൻ എം കൃഷ്ണനായർ സാറില്ല ഇല്ല എന്നതാണ് സാഹിത്യപരമല്ലാത്തതിൻ്റെ ഇല്ലാത്തതിൻ്റെ കേട്. ഇത് ഈ സാധനം കണ്ടുപിടിച്ച ഇവനാണെന്നാണ് ഇവൻ്റെ ധാരണ. ഇപ്പം അത് കണ്ടുപിടുത്തത്തിനുള്ള 1 വർഷത്തെ നോബൽ പ്രൈസും പ്രതീക്ഷിച്ച് വരാന്തലിരിക്കുകയാണ്. മലയാള സാഹിത്യം ഭീകരമാണ്. സമകാലീന മലയാള സാഹിത്യത്തിന് കൃഷ്ണനായർ സാർ എന്ത് വിലയിടുമെന്ന് കേട്ടാൽ ഞാൻ ബഹുമാനപ്പെട്ട ഒരു 0 എടുത്ത് ഈ മെച്ചപ്പെടുത്തി വയ്ക്കാനേ എനിക്ക് സാധിക്കും. പക്ഷേ എം കൃഷ്ണനായർ സാർ ഇല്ലാത്തതിൻ്റെ കേടല്ല, എം കൃഷ്ണനായർ സാർ ഇല്ലാത്തതിൻ്റെ നേട്ടം ഒരുപാട് പേർ അതിൻ്റെ ഒരു സൗഭാഗ്യം ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ വട്ടപൂജ്യങ്ങൾ ഒരു ജാഥയായി ചെന്ന് വലിയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എം കൃഷ്ണനായർ സാർ ഇല്ലാത്തതിൻ്റെ ഒരു ഗുണമല്ല. അപ്പോൾ എം കൃഷ്ണനായർ ഇല്ലാത്തതിൻ്റെ ദോഷം മാത്രമല്ല, അതിൻ്റെ ഗുണഭോക്താക്കളും നിരവധി വാർത്തകളായി നിരവധി പേർ മലയാള സാഹിത്യത്തിലുണ്ട്. ഞാൻ പേരുകൾ പറയാത്തതില്ലെങ്കിൽ എല്ലാവർക്കും പേര് മനസ്സിലായെന്ന് തോന്നുന്നു. സാർ ഈ സാമൂഹ്യ പ്രസക്തി, സാഹിത്യത്തിൻ്റെ സാമൂഹ്യം, അതൊന്നും സാറിനെ ആകർഷിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യവാരവല പങ്ക്തികിട്ട ടൈറ്റിൽ മേശപ്പുറത്ത് നക്ഷത്രം മഷിക്കുപ്പി ആകാശത്ത് നിന്നായിരുന്നു. അല്ല, മേശപ്പുറത്ത് നക്ഷത്രം ആകാശത്ത് മഷിക്കുപ്പി. ഒരു 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 ഭ്രമാത്മകത ഉണ്ടാക്കുന്ന ഒരു ടൈറ്റിലാണത്. പക്ഷെ അത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ സമൂഹത്തിനൊരു മേശപ്പുറമില്ല. മേശപ്പുറം വളരെ വ്യക്തിപരമായ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഏകാഗിയായ ഒരു മനുഷ്യൻ്റെ മുന്നിൽ രാത്രി കിടക്കുന്നൊരു സാധനമാണ്. അയാളുടെ മുന്നിൽ ഒരു എല്ലാം ഉണ്ടാവും. അപ്പോൾ ഏകാഗിയായ സെൻസിബിലിറ്റിയിലേക്ക്, ഏകാന്തമായ സെൻസിബിലിറ്റിയിലേക്ക് ഒരു വിശ്വസാഹിത്യത്തിലെ മധുരാനുഭവങ്ങൾ കൊണ്ട് ഇറക്കുന്ന പണിയാണ് സാറ് ചെയ്തിരുന്നത്. അപ്പോൾ സാറ് പോയതോടെ അതുമില്ല. അപ്പോൾ നമുക്കിനി നക്ഷത്രത്തിന് വേണ്ടി കട്ടൻ കാപ്പിയും തയ്യാറാക്കി രാത്രി കാത്തിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. സാറ് ഒരു വിശ്വസാഹിത്യത്തിലെ ഒരു കഥ വളരെ ആവേശപൂർവ്വം പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ചിത്രകാരൻ 100 വർഷമെടുത്ത് ഒരു ചിത്രശലഭത്തെ വരയ്ക്കാൻ അയാൾക്ക് തൃപ്തിയായതേയില്ല. 100 വർഷം എടുത്തിട്ട് 101ാമത്തെ വർഷം അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്രഷ് എടുത്ത് ആ ചിത്രശലഭത്തിൽ ഒരു ഫൈനൽ ടച്ച് പോലെ ഒന്ന് ടച്ച് ചെയ്തു. ചിത്രശലഭം ചിറകടിച്ച് ഈ ക്യാൻവാസിൽ നിന്ന് ചിറകടിച്ച് പറന്ന് പുറത്തേക്ക്. ഇതാണ് സാറിൻ്റെ സാഹിത്യ ഭാവന. ഈ ഇത്തരം ഭാവനകളോട് അഭിരമിക്കുന്ന ഒരു സാഹിത്യ വിമർശന രീതിയാണ് സാറിൻ്റെ. എം കൃഷ്ണൻ നായർ ഇല്ലാത്ത കേരളം എന്നാണ് നമ്മളെ ഈ പ്രബന്ധത്തിൻ്റെ ഫ്രെയിം. വേറൊരു മഹത്തായ ഫ്രെയിം ഈ അടുത്ത കാലത്ത് കേരള സാഹിത്യ അക്കാദമി മുന്നോട്ട് വച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പാവങ്ങൾ വായിച്ച കേരളം. പാവങ്ങൾ എന്ന വളരെ ലോകപ്രസിദ്ധമായ ലേ മിസാറബിളെ എന്നുള്ള പുസ്തകത്തിന് നാലപ്പാട്ട് നാരായണ മേനോൻ ആ പുസ്തകത്തിന് നാലാട്ട് നാരായണ പരിഭാഷ നടത്തിയിട്ട് 100 വർഷം പൂർത്തിയാകുന്ന വർഷമാണ് പാവങ്ങൾ വായിച്ച കേരളം എന്ന പ്രമേയം ഇവർ അവതരിപ്പിച്ചത്. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കണ്ടെത്തുന്നതിന് മുമ്പ് പാവങ്ങളെ കണ്ടെത്തിയ ഒരു എഴുത്തുകാരനാണ് പാലപ്പാട്ട് നാരായണ മേനോൻ. പാവങ്ങൾ എന്നാണ് ഇട്ടത്. ദുരിതർ എന്ന് വേണമെങ്കിൽ ഒക്കെ ഇടാം. പാവങ്ങൾ എന്നാണ് ഇട്ടത്. 1926 നമ്മുടെ രാഷ്ട്രീയ ചിന്തയിൽ പാവങ്ങൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചതിന് ശേഷം മനോഹരമായ ഭാഷയിലാണ് ട്രാൻസ്ലേഷൻ. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും. മലയാളി പാവങ്ങൾ വായിച്ചു? എവിടെ വായിച്ചു? വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? നിങ്ങളൊന്നും ആലോചിക്കണം. ഈ പാവങ്ങൾ ആ കാലത്ത് തട്ടിച്ച 3 വോള്യങ്ങളാണ്. 1926 മലയാളം ഇവിടെ ഒരു വായനാ സംസ്കാരമൊന്നുമില്ല. മലയാളി പുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇരുന്ന് ഇങ്ങനെ രോമഹർഷപൂർവ്വം പാവങ്ങൾ വായിക്കാൻ, പാവങ്ങൾ മയിലാടുംകുന്നോ രമണനോ മല്ലംപിള്ള ആന കുത്തി കൊന്ന കഥയോ ഒന്നുമല്ല. പാവങ്ങൾ വായിച്ച് തീർക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. അതിങ്ങനെ അതിൽ നമ്മൾ പരക്കെ പറയുന്ന ഴാൻവാൽ ഴാങ്ങും ബാധയും തമ്മിലുള്ള കഥ മാത്രമൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് ജിയോഗ്രഫിയും ഭൂമിശാസ്ത്രവും രാജ്യങ്ങളുടെ ചരിത്രവും എല്ലാം കൂടെ ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞ ഒരു സംഭവമാണത്. അത് വായിച്ചെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലെ ഈ മെഴുകുതിരി മോഷണവുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡിനെ കുറിച്ച് നിരവധി ഏകാംഗ നാടകങ്ങൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഏകാംഗ നാടകം എപ്പോഴെങ്കിലും പാഠപുസ്തകത്തിലുണ്ടാവും, പാഠ്യപദ്ധതിയിലുണ്ടാവും. അപ്പോൾ ഈ സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം ഈ പാവങ്ങളുടെ കഥ ചുരുക്കിയെന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും പാവങ്ങൾ വായിച്ചു എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അതല്ലാതെ അതിനപ്പുറം പാവങ്ങൾ വായിച്ചിട്ടില്ല മലയാളികൾ. നിങ്ങൾ പാവങ്ങൾ കഴിഞ്ഞ 100 വർഷമായി ഒരു വിശപ്പിന് വേണ്ടി വീട്ടിൻ്റെ പട്ടിണിക്ക് വേണ്ടി റൊട്ടി മോഷ്ടിച്ചതിന് 20 വർഷം ജയിലിൽ കിടന്ന ശേഷം വീണ്ടും പുറത്തിറങ്ങി വീണ്ടും മെഴുകുതിരി കാലുകൾ മോഷ്ടിക്കുന്ന ഴാൻവാൽ ഴാങ് അല്ലെങ്കിൽ ജീൻവാൽ ജിങ്ങിൻ്റെ എണ്ണച്ചായ ചിത്രത്തിന് മുന്നിൽ 100 വർഷം മെഴുകുതിരി കൊളുത്തിയവരാണ് മലയാളികൾ എന്നല്ലേ സാഹിത്യ അക്കാദമി പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, നിനക്ക് പാവങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിശപ്പിന് അരി മോട്ടിച്ച മധുവിനെ വളഞ്ഞു തല്ലിക്കൊല്ലു. മധുവിനെ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ആദിവാസി. നിങ്ങൾ പാവങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും മിസ്റ്റർ? ഴാൻവാൽ ഴാങ്ങിനെ തന്നെ അവിടെ ഫ്രഞ്ചുകാർ തല്ലി കൊന്നില്ലല്ലോ. നമ്മൾ അതും ചെയ്തില്ലേ? 1 മാസം മുമ്പല്ലേ വേണു എന്ന ഓട്ടോറിക്ഷക്കാരൻ ഈ മെഡിക്കൽ കോളേജിൽ മരിക്കുന്നതിന് മുമ്പ് ശബ്ദ സന്ദേശം അയച്ചിട്ട് മരിച്ചത്. അവൻ പാവപ്പെട്ടവനായതുകൊണ്ടാണ് അവനെ ശ്രദ്ധിക്കാത്തത്. പാവങ്ങളോട് യാതൊരു കാരുണ്യവും കാണിക്കാത്തൊരു സമൂഹമാണ് മലയാളികൾ. അവൻ പാവങ്ങൾ വായിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മധുവിനെ തല്ലിക്കൊന്നത്. അവൻ കാരുണ്യ കുഴമ്പൊന്നുമല്ല. കാരുണ്യം മനസ്സിലുണ്ടാക്കി മൃദുലത ഉണർത്തുന്ന ഒരു ക്ലാപ്പും അവൻ വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ് ആൻറ്റി തീസിസിലേക്കും
ആൻറ്റി ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ്, യവന് എം കൃഷ്ണൻ നായർ ഉയർത്തിപ്പിടിച്ച ഒരു ക്ലാസ്സിക്കും അറിയിക്കുന്ന ഒരു സമൂഹമല്ല മലയാളി സമൂഹം. ഇവൻ പക്ക ഫ്രോഡിൻ്റെ പര്യായ പദമാണ് മലയാളി എന്ന് അറിയണമെങ്കിൽ ഓരോ ദിവസത്തെ പത്രം വായിച്ചാൽ മതി. ദൈവത്തിനെ വരെ കൊള്ളയടിക്കുക. ദേവീ ക്ഷേത്രത്തിൽ അവനെ കയറ്റരുത്, ദേവിയെ അവൻ പീഡിപ്പിക്കും. പാവങ്ങൾ വായിച്ച് രോമകർഷപ്പെട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, എം കൃഷ്ണൻ നായർ ഒരു ദോഷമായിട്ടായിരിക്കും ഈ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ സമകാലീന സംഭവം കാണുന്നത്. സാഹിത്യ ലോകം എന്തായാലും അങ്ങനെ തന്നെ കാണും. കാര്യം അവൻ മോട്ടിച്ചാൽ പിടിക്കില്ലല്ലോ. മലയാള സാഹിത്യത്തെ മലയാള സാഹിത്യ വിമർശനത്തിലെ വലിയ പാണ്ഡിത്യ ധാർഷ്ട്യങ്ങളിൽ നിന്ന് താഴെ ഇറക്കി ജീവിതത്തിലെ സാധാരണമായ കാഴ്ചകളുമായി ക്ലിപ്പിട്ടുകൊണ്ട് വിഗ്രഹഭഞ്ജനം എന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമാക്കുകയും വിഗ്രഹങ്ങളെ തകർക്കൽ ഒരു ഗോലി കളിയാക്കുകയും ചെയ്തുകൊണ്ട് വലിയ കൊമ്പത്തിരുന്ന് വലിയ ഭാവിക്കൽ നടത്തിയിരുന്ന മലയാള സാഹിത്യത്തിനെ വലിച്ച് താഴെ ഇറക്കി ആക്രി വിലയിട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അതീതനായി നിന്നുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയെ തോളിലെടുത്ത എഴുത്തുകാരനാണ് എം കൃഷ്ണൻ നായർ. അത് ചിലപ്പോൾ മറിച്ചും ആവാം. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി സാറിനെ ആയിരിക്കാം തോളിലെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, സാറിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സാറ് 10 വർഷം ജീവിച്ചിരുന്നു. നിങ്ങൾ കേട്ടോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധിക്ക് ശേഷം അദ്ദേഹം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറോ ചെയർമാനോ ആയി എന്ന് നമ്മളാരെങ്കിലും കേട്ടോ? എഴുത്തിൻ്റെ ഫാദറല്ല ഗ്രാൻഡ് ഫാദർ തന്നെ ആയ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയെന്ന് നമ്മൾ കേട്ടോ? അദ്ദേഹം അവസാന കാലത്ത് വെച്ച സായി കൃഷ്ണ എന്ന വീടിന് മുന്നിൽ പൊന്നാടകൾ ക്യൂ നിൽക്കുന്നുവെന്ന് നമ്മൾ കേട്ടോ? പൊന്നാടകളും പുരസ്കാരങ്ങളും. എന്നെ ഒന്ന് ചെയർമാനാക്കണേ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ, അല്ലെങ്കിൽ ഒരു ജനറൽ കൗൺസിലെങ്കിലും ആക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം അധികാരത്തിൻ്റെ കോറിഡോറുകളിൽ കയറി ഇറങ്ങി നടക്കുന്നതായി ആരെങ്കിലും കേട്ടോ? അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ കാലഘട്ടത്തിലെ എല്ലാ ഹൃദുക്കളുടെയും ഒരാൾ, മാൻ ഓഫ് ഓൾ സീസൺസ് ആയില്ലേ എം കൃഷ്ണൻ നായർ? ഇല്ലല്ല, അവിടെയൊന്നും പോയി യാതൊരുവിധ ഭരണകൂട പരിരക്ഷകളുമില്ലാതെ, പോകേണ്ട അത്തടങ്ങളിൽ പോയി കൊച്ചിനെ എടുക്കാതെ, ചെടിക്ക് വെള്ളം കോരാതെ, ബൂട്ടുകൾ പോളിഷ് ചെയ്യാതെ നമ്മുടെ കാലഘട്ടത്തിലെ വലിയ ഒരു സെൻസേഷണൽ വ്യക്തിത്വമായി എം കൃഷ്ണൻ നായർ വളർന്നില്ലേ? പടിഞ്ഞാറോട്ട് നടന്നാൽ കടൽ സമുദ്രതീരത്തെത്തി തിരകളും, കിഴക്കോട്ട് നടന്നാൽ മലകളും, സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തെയും നീലാകാശവും അതിലെ വെൺമേഘങ്ങളും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുന്ന ഒരു ഇതിഹാസ കഥാപാത്രമായില്ലേ എം കൃഷ്ണൻ നായർ?